സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇത് ഗെയിമർ നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ടൂൾ ഗൈഡ് പാർട്ട് 8 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ്. അതായത് മിക്കവരും വിളിക്കുന്നതിന് ഡയമണ്ട് ജനറേറ്റർ എന്നും ഡയമണ്ട് ഫാം ഫൈൻഡർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിനൊരു ഡയമണ്ട് ഫൈൻഡർ എന്നാണ് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പല ഉപയോഗങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചിരുന്നില്ല. വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയുക എടാ ചേക്കൻ്റെ ചാനൽ നൈസാണ് കാണാൻ പറയുക. അപ്പോൾ എന്താ നോക്കുക, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൈൻ, ഒബ്വിയസ്ലി നമ്മുടെ ഡയമണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് മൈൻ പോകണമല്ലോ. ഏതെല്ലാം മൈനിൽ കയറുക. മൈനിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും XYZ എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ -49, ഇതാണ് -49 എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇവിടം തൊട്ട് 53 വരെയുള്ള സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം. ഓക്കെ, സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് 7 സ്റ്റോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക്, 6 സ്ലൈം ബ്ലോക്ക്, 4 പിസ്റ്റൺ വേണം, 1 ഒബ്സർവർ, ഒന്നല്ല 3 ഒബ്സർവർ വേണം. പിന്നെ നമുക്ക് ഒരു വാള് വേണം, 3 മറ്റേ ഏൻഷ്യന്റ് ബ്രേസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1 പിസ്റ്റൺ, പിന്നെ ഒരു നോട്ട് ബ്ലോക്ക്, അതുപോലെ തന്നെ ഒരു മൈൻകാർട്ട്, ഒരു ഡിറ്റക്ടർ റെയിൽ, ഒരു TNT, പിന്നെ ടോർച്ചൊക്കെ ആവശ്യമില്ല, 2 സ്ലാബ്, 1 റെഡ്സ്റ്റോൺ ടോർച്ച് ആവശ്യമുണ്ട്. പിന്നെ ഒരു ഡെഡ് ട്യൂബ് കോറൽ ഫാൻ. ഡെഡ് ട്യൂബ് കോറൽ ഫാൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ടൈപ്പ് ഓഫ് കോറൽ ഫാൻ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഏൻഷ്യന്റ് ബ്രേസ് എടുക്കുക. എന്നിട്ട് 1 ബ്ലോക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് 1 2 3 എന്നുള്ള ഇത് വെക്കുക. അതിന് നേരെ പുറകിലായിട്ട് നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ എടുക്കുക. അത് 3 ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ബാക്കിലേക്ക് വരിക. ഈ ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ച് കൊടുക്കുക. അതിന് നേരെ ബാക്കിലാണ് നമ്മൾ ഒബ്സർവർ വെച്ചെടുക്കുക. ആൻഡ് ഒബ്സർവർ വെക്കുമ്പോൾ പോയിന്റർ അങ്ങോട്ടും ഫേസ് ഇങ്ങോട്ടാണെന്ന് ഉറപ്പ് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോബിൾ സ്റ്റോൺ വാൾ എടുക്കുക, ഇവിടെ വെക്കുക. ആൻഡ് അത് വെക്കുമ്പോൾ ഇത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതിന്റെ സൈഡിലായിട്ട് നമ്മുടെ സ്ലാബ് എടുക്കുക. സ്ലാബ് എടുത്ത സൈഡിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്ലൈം ബ്ലോക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈം ബ്ലോക്കിന്റെ നേരെ സൈഡിലായിട്ട് ഒരു സ്മൂത്ത് സ്റ്റോൺ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്ലൈം ബ്ലോക്ക് വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട്, അതായത് നമ്മുടെ ഈ വാളിന്റെ സൈഡിലായിട്ട് നമ്മുടെ TNT, വാളിന്റെ മുകളിലായിട്ട് TNT വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒബ്സർവറിന്റെ മുകളിൽ ഈ ഡെഡ് ട്യൂബ് കോറൽ ഫാൻ എന്നുള്ള സാധനം വെച്ച് കൊടുത്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ബ്ലോക്ക് അപ്പുറത്ത്, ഇവിടുന്ന് ഒരു ബ്ലോക്ക് ഇവിടെ ആയിട്ട് ഒരു ഒബ്സർവർ വീണ്ടും വെച്ച് കൊടുക്കുക. അതിനെ പോയിന്റർ മുകളിലോട്ടും ഫേസിങ് താഴത്തോട്ടാണ് ഉറപ്പ് വരുത്തുക. അതിന്റെ മുകളിൽ ഒരു സ്ലൈം ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ആ സ്ലൈം ബ്ലോക്കിന്റെ അവിടെ നിന്ന് ഒരു സ്റ്റിക്കി പിസ്റ്റൺ, നമ്മുടെ ഉള്ള ഒരു സ്റ്റിക്കി പിസ്റ്റൺ എടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കി പിസ്റ്റന്റെ അപ്പുറത്തായിട്ട് വീണ്ടും ഒരു സ്ലൈം ബ്ലോക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ, ഈ സ്ലൈം ബ്ലോക്കിന്റെ മുകളിലായിട്ട് വേറെ പിസ്റ്റൺ വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു സ്ലൈം ബ്ലോക്ക് വെച്ചെടുക്കുക, വീണ്ടും പിസ്റ്റൺ വെച്ചെടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട്, ഈ പിസ്റ്റന്റെ മുകളിലായിട്ട് നമ്മുടെ നോട്ട് ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഞാൻ ഇതിന്റെ മുകളിലൊന്ന് കയറിക്കട്ടെ. എന്നിട്ട് ഷിഫ്റ്റ് ഗ്രാബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒബ്സർവറിന്റെ നേരെ വെക്കുക, ഇത് പോയിന്റ് ചെയ്തുകൊണ്ട് വെക്കുക. ഓക്കെ, അത് കണക്ട് ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തണം. ഇത്ര ഉള്ള നമ്മുടെ പരിപാടി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 90% പരിപാടിയും തീരും. പക്ഷെ 99% പരിപാടി തീരും. പക്ഷെ നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് ചെയ്യാൻ. അത് ചെയ്യണമെങ്കിൽ സ്ഥലം നിർത്തിക്കോട്ടെ. നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്കൊരു മൈൻ കാർട്ട് വെക്കണം. മൈൻ കാർട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഡിറ്റക്ടറിയിൽ വെക്കണം. ഡിറ്റക്ടറിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളിപ്പം ഡിറ്റക്ടറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീൻ്റെ വിട്ട് ഓടിക്കും. അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് മൈൻ കാർട്ട് വെക്കണം. മൈൻ കാർട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ സ്ലൈം ബ്ലോക്ക് എടുക്കുക. ഈ ഒരു സ്ലൈം ബ്ലോക്ക് ഇല്ലേ, ഇത് ഈ ഡെഡ് കോറൽ ഫാൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ അടുത്ത സ്മൂത്ത് സ്റ്റോൺ ഇവിടെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മൈൻ കാർട്ട് വെക്കാം. പക്ഷേ മൈൻ കാർട്ട് വെക്കുമ്പോൾ നിങ്ങൾ നൈസായിട്ട് പിടിച്ചാവട്ടെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ ഇത് കളയുക. ഓക്കെ, ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൈൻ കാർട്ട് സെറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്ടിവേറ്റ് ആവും, TNT ആക്ടിവേറ്റ് ആവും. സംഭവം നമ്മുടെ പരിപാടിയും തീരും, നമ്മൾ ചെയ്യാതിരുന്നതിൻ്റെ പരിപാടിയും തീരും. ഇതാകുമ്പം നമുക്ക് പിസ്റ്റൺ വെച്ച് പുള്ളി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ മൈൻ കാർട്ട് വെച്ചു. അയ്യോ കളഞ്ഞു, പോട്ടെ കുഴപ്പമില്ല, പോട്ടെ.
ഓ ഒന്നെങ്കിൽ പോകണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം. ഓക്കെ സെറ്റ് പോയി. ഓക്കെ നമുക്ക് ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ട് നേരെ നമ്മുടെ പിസ്റ്റൺ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് സൈഡിലേക്ക് അതിന് ചേർന്ന് നിൽക്കണ്ട, സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ടോർച്ച് എടുക്കുക, നേരെ അതിന് താഴെ വെച്ച് കൊടുക്കുക. അപ്പം ഇതകത്തേക്ക് വേറെ ഇരുന്നോളും. ഇനി നമുക്ക് ഇത് പൊട്ടിച്ചളയാം, ഇതൊക്കെ പൊട്ടിച്ചളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ചറപറാന്ന് പറഞ്ഞു പോയി. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഒരു എത്ര ശതമാനം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ലെവലിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേറെ പല രീതിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥലം പൊടിച്ചെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ഇതൊരു സാധനം വെച്ചുകൊണ്ടിട്ട് റോക്കറ്റ് ലോഞ്ചർ പോലെ അങ്ങോട്ട് വെച്ചിടുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്ന്. വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ പരിപാടി സക്സസ്, ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടത്തില്ല. ഓക്കെ, വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ് ഈസി. അതായത് നമ്മളിപ്പോൾ ചെയ്തതിനകത്ത് ഇപ്പം നടന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ നോട്ട്ബുക്ക് കണക്ട് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത TNT ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പോകുന്നു. അതാണ് സംഭവം വരുന്നത്. ആൻഡ് ബേസിക്കലി നിങ്ങൾ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ അടുത്ത പൊട്ടിൽ തന്നെ നമ്മൾ സാധനം കിട്ടി. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിപ്പോൾ ഞാനിപ്പോൾ അടുത്ത പൊട്ടിക്കുമ്പോഴൊക്കെ സാധനം താഴെ വരും. ആൻഡ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് TNT അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ബ്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അത് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ആ പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മേ ബി നമ്മുടെ ഇതിനുണ്ടല്ലോ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് രണ്ടെണ്ണം ഒരുമിച്ച് വരുമ്പം ഒരുമിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ഇത് വന്ന് വേറെ എവിടെ പോയി പൊട്ടിത്തെറിക്കും. ആൻഡ് അതുപോലെ തന്നെ ചില സമയത്ത് നിന്ന് പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈസി. ഇവിടെ നിങ്ങൾ ഡയമണ്ട് ഇപ്പം തന്നെ എനിക്ക് 4 ഡയമണ്ട് കിട്ടി. നമ്മൾ വീണ്ടും പരിപാടി സെറ്റ് ചെയ്യാം. ആൻഡ് ഇത് വർക്കിംഗ് എന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ നിങ്ങൾക്ക്. ഇനി കേട്ടോ, വീണ്ടും എത്ര കിട്ടി നമുക്ക്? വീണ്ടും നമുക്ക് 3 എണ്ണം വീതം കിട്ടി. ഇനി ഒന്നെണ്ണം വെക്കാം. 8 എണ്ണം ആണെന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. വീണ്ടും എത്ര കിട്ടും? ഒരെണ്ണം കിട്ടുള്ളൂ മാക്സിമം. ഒരെണ്ണം കൊടുക്കും മതി. നമ്മൾ 4 ക്ലിക്കിലാണ് ഇത്ര സ്ഥലം ഇതായത്. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ള ആർക്കറിയാം. ഓക്കെ, അപ്പോൾ ബ്ലേസ് MC ജാവ എന്നുള്ള വീഡിയോ എന്നാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഇതിൻ്റെ വർക്കിംഗ് മോഡൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷുഗർ കെയിൻ ഫാമും ഒക്കെ അതിനകത്ത് നോക്കിയാണ് ചെയ്തത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോഴത്തേക്കും സൈൻ പീസ് ടാറ്റ ബൈ, സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.